ഹലോ ഫ്രണ്ട്സ്, നമുക്ക് SQL റോ നമ്പർ ഫംഗ്ഷൻ എന്താ നോക്കാം. റോ നമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിൻഡോ ഫംഗ്ഷൻ ആണ്. അതെന്താ അസൈൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു സീക്വൻഷ്യൽ വാല്യൂ നമുക്ക് ഓരോ റോയിലും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ എന്തെങ്കിലും പാർട്ടീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൽ കോളത്തിന് ഒരു പാർട്ടീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു റിസൾട്ട് സെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക ഓരോ പാർട്ടീഷനും. ഓക്കെ, അപ്പോൾ അതിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? റോ നമ്പർ ഓഫ് നമ്മൾ ഓവർ ക്ലോസ് വെച്ചിട്ട് പാർട്ടീഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതിനെന്ത് ചെയ്യും? ഓർഡർ ബൈ കോളം എന്ന് പറയാം. ഓക്കെ, അതിലിപ്പോൾ ഈ പാർട്ടീഷൻ ബൈ കോളം എന്നുള്ളത് മസ്റ്റ് അല്ല, പക്ഷെ ഓർഡർ ബൈ ക്ലോസ് മസ്റ്റ് ആണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട്. ആ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിൾ കസ്റ്റമർ ഐ ഡി, നെയിം, കൺട്രി ഐ ഡി, സെയിൽ എമൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു റോ നമ്പർ കൂടെ നമുക്ക് ഇവിടെ വരണം. ഓക്കെ, 1 2 3 4 5 6 കൊണ്ട് നമുക്ക് റോ നമ്പർ കൂടി ഇവിടെ കാണിക്കാം. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർട്ട് ഫ്രം കസ്റ്റമർ. നമ്മളൊരു ലിസ്റ്റ് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമർ ഐ ഡി, നെയിം, കൺട്രി ഐ ഡി ആയിക്കോട്ടെ, സെയിൽ എമൗണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് റോ നമ്പർ വേണം. നമുക്ക് ആ ഫംഗ്ഷൻ നോക്കാം. റോ നമ്പർ ഓഫ് നമുക്ക് ഓവർ ക്ലോസ് വെക്കാം. ഓവർ ഓർഡർ ബൈ, നമുക്ക് ആദ്യം കസ്റ്റമർ ഐ ഡിയുടെ ഓർഡറിൽ നോക്കി നോക്കാം. ഓക്കെ, കസ്റ്റമർ ഐ ഡി ആസ് ആർ നമ്പർ, റോ നമ്പർ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പോർട്ട് നോക്കാം. ഇപ്പൊ കണ്ടോ, നമുക്ക് ഈ കോളത്തിൽ 1 2 3 4 ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ കസ്റ്റമർ ഐ ഡിയുടെ തന്നെ ഓർഡറിലാണ്. 1 2 3 4 5 6 8 ഇവിടെ അതേ ഓർഡറിലാണ്. ഓക്കെ, നമ്മൾ നെയിമിന്റെ ഓർഡറിൽ എടുക്കണം വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ നെയിം നോക്കാം. അപ്പൊ നെയിമിന്റെ ഓർഡറിൽ എന്ത് വരും? റോ നമ്പേഴ്സ് വരും. കണ്ടോ, ഫസ്റ്റ് ബിജു വന്നു, കണ്ടോ കസ്റ്റമർ ഐ ഡി ഒക്കെ മാറി. അതായത് ഇപ്പോൾ നെയിമിന്റെ ഓർഡറിലാണ്, അസെൻഡിങ് ഓർഡറിലാണ് ഈ റോ നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വീണ വന്നു, ഫസ്റ്റ് ബിജു വന്നു. നമുക്കിത് ഓർഡർ ഇത് അസെൻഡിങ് ആണ്, പിന്നെ ഡിസെൻഡിങ് ഓർഡർ ആണെന്ന് നമുക്ക് കൂടെ പറഞ്ഞു കൊടുത്താൽ മതി. ഡിസെൻഡിങ്. ഓക്കെ, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, വീണ ഫസ്റ്റ് വന്നു, ബിജു ഏറ്റവും ലാസ്റ്റ് വന്നു. ഓക്കെ, അങ്ങനെ ഈ ഓർഡർ ബൈ നമുക്ക് റോ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളിവിടെ ഓർഡർ ബൈ കൊടുക്കുന്നില്ലായിരിക്കും. ഓർഡർ ബൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എററാണ് കാണിക്കുക. ഓക്കെ, നമുക്ക് കുറവ് കമ്പയർ ചെയ്ത് ഓവർ ക്ലോസിൽ എന്ത് വേണം? ഓർഡർ ബൈ മസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ കൺട്രി വെച്ചിട്ട് കൊടുക്കാം. കണ്ടോ, കൺട്രി ഓരോ 1 2 4 കൺട്രി വന്നു, പിന്നെ 2, പിന്നെ 2 തേർഡ് കൺട്രി വന്നു, ഫോർത്ത് കൺട്രി വന്നു, അതിന്റെ ഓർഡറിൽ റോ നമ്പർ വന്നു. ഓക്കെ,
ഇനി സെയിൽ എമൗണ്ട് വെച്ച് കൊടുക്കാം. സെയിൽ എമൗണ്ട് വെച്ചാൽ ആ സെയിൽ എമൗണ്ട് ഏറ്റവും ടോപ്പ് ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ അല്ല, ആ സെയിൽ എമൗണ്ടിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ വരുന്നത്. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ സെയിൽ എമൗണ്ട് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കും, ഏറ്റവും കൂടുതൽ സെയിൽ എമൗണ്ട് ഉള്ളത് ലാസ്റ്റ് വരും. ഓക്കെ ഓക്കെ നമുക്ക് എന്താ വേണ്ട വെച്ചാൽ നമുക്ക് കൺട്രി വെച്ചിട്ടെടുക്കാം. ഓക്കെ, അപ്പൊ കൺട്രി വെച്ചിട്ടെടുക്കുമ്പോൾ എന്തോന്നു, നമുക്ക് ഈ കൺട്രിയുടെ ഓർഡറിൽ നമുക്ക് റോ നമ്പേഴ്സ് വന്നു. നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ഈ ഫസ്റ്റത്തെ കൺട്രിയുടെ ഈ കൺട്രി ഉണ്ടല്ലോ, കൺട്രി ഐ ഡി 1 ഉള്ളതിന് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വരണം. പിന്നെ 2-നുള്ളതിന് വേറെ പാർട്ടീഷനാണ് 2 എന്ന് പറഞ്ഞത്, അപ്പൊ അതിന് 1 എന്ന് പറഞ്ഞു വരണം. 3ക്ക് വീണ്ടും 1 2 പറഞ്ഞിട്ട് വരണം. 4-ന് 1 വരണം. അതായത് ഇതിനനുസരിച്ച് പാർട്ടീഷൻ ചെയ്യണം. നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇവിടെ പാർട്ടീഷൻ നമ്മൾ ഓവർ ക്ലോസ് പഠിച്ച കാര്യം പാർട്ടീഷൻ ബൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. പാർട്ടീഷൻ ബൈ കൺട്രി. ഓക്കെ, ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കൺട്രി ഐ ഡിക്ക് അനുസരിച്ച് 1 2 3 4. ഓക്കെ, കൺട്രി ഐ ഡി 2-ല് 1 തന്നെ വന്നിട്ടുള്ളൂ. കൺട്രി ഐ ഡി 3-ല് 1-ഉം 2-ഉം വന്നു, കോമ്പിനേഷൻ 1 2. ഓക്കെ, 4-ല് 1 ഒറ്റ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ പാർട്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇതില് പാർട്ടീഷൻ ബൈ കൺട്രി ഐ ഡി ആണ് നമുക്ക് വേണ്ടത്. സെയിൽ എമൗണ്ടിന്റെ ഓർഡർ ആണെന്ന് വെച്ചാൽ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാം, സെയിൽ എമൗണ്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ കണ്ടോ, കൺട്രി ഐ ഡിയിൽ ഏറ്റവും കുറഞ്ഞ സെയിൽ എമൗണ്ട് 1000 2000 ആ ഓർഡറിൽ വന്നു, 1 2 3 4. ഓക്കെ, ഇപ്പോൾ തേർഡ് കൺട്രിയിൽ കണ്ടോ, ആദ്യം 1400 വന്നു, പിന്നെ 1600 വന്നു. അപ്പോൾ സെയിൽ എമൗണ്ടിന്റെ ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോ നമ്പർ ഓവർ പാർട്ടീഷൻ യൂസ് ചെയ്യാം. ഓർഡർ ബൈ വെച്ചിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് റോ നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇനി നമ്മളോട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുക, നമ്മളോട് പറയണ ഏറ്റവും മാക്സിമം സെയിൽ എമൗണ്ട് ഉള്ള ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഓർഡർ ബൈ സെയിൽ എമൗണ്ട് ഡിസെൻഡിങ് ഓർഡർ കൊടുക്കാം. ഓക്കെ, ഓരോ കൺട്രിയിലും ഏറ്റവും കൂടുതൽ സെയിൽ എമൗണ്ട് ഉള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മളോട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പൊ കണ്ടപ്പോൾ ഓർഡർ ബൈ സെയിൽ എമൗണ്ട് ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫസ്റ്റ് ഇവിടെ ഹാരിസും, അതായത് സെയിൽ എമൗണ്ട് ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ കൺട്രിയിൽ 4000 ആണ്. ഓക്കെ, 2-ല് ജെ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയേ ഉള്ളൂ, എന്തോ കുഴപ്പമില്ല. തേർഡ് കൺട്രിയില് ടോം ആണ്, അതായത് 1600. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഡാറ്റകൾ കിട്ടണം, അതായത് ഈ ഹാരിസ് കിട്ടണം, പിന്നെ അതേമാതിരി സെക്കൻഡ് കൺട്രിയിലുള്ള ജയം കിട്ടണം, തേർഡ് കൺട്രിയിൽ നിന്ന് ടോമേ വരാൻ പാടുള്ളൂ, ഫോർത്തിൽ നിന്ന് നമുക്ക് ബിജു മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ പാടുള്ളൂ, ഏറ്റവും ഹയസ്റ്റ് സെയിൽ എമൗണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു CT ഉപയോഗിക്കാം. വിത്ത് CT ആസ് പാരൻസ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് CT നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം CT. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. കണ്ടോ, എല്ലാ ഡാറ്റയും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വെച്ചാൽ ഈ റോ നമ്പർ 1 മാത്രം ഡിസ്പ്ലേ ചെയ്യാം. R number equal to 1.
റോ നമ്പർ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സെയിൽ എമൗണ്ട് ഉള്ള ഏതാണ്? ഹാരിസനാണ്. രണ്ടാമത്തേതിൽ 8 റോയുള്ളൂ, 3 ടോമാണ്, ബിജു ആണ്. ഓക്കെ, അതായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കുറികളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഈ റോ നമ്പർ ഫങ്ഷൻസ് ഉപയോഗിക്കാം. ഓക്കെ.